അങ്ങനെ നമ്മുടെ 4ാം സെമസ്റ്റർ പരീക്ഷകൾ അടുത്തെത്താറായി. ഇന്ന് വ്യാഴാഴ്ച 13-ാം തീയതി. 14, 15, 16, 17, 18 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ 4ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ വളരെയധികം ക്രൂഷ്യലായ സെമസ്റ്ററാണ് 4ാം സെമസ്റ്ററിൻ്റെ. ഞങ്ങൾ ടീച്ചേഴ്സ് എത്രത്തോളം ചില ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞാലും ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം ഞങ്ങളുടെ ഇൻഡെപ്ത് അനാലിസിസും അതുപോലെ തന്നെ ഇൻ്റലക്ച്വലി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ദഹിക്കണമെന്നില്ല. എന്നാൽ നിങ്ങളിൽ ഒരാൾ പരീക്ഷയെ സംബന്ധിച്ച്, റുട്ടീനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം പ്രൊഡക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വോയിസ് ഓവർ നിങ്ങളിൽ ഒരുത്തനായ ഒരു സ്റ്റുഡൻറ്റിലേക്ക് കൈമാറാം. ഇനി അവനോട് ചോദിക്കാം അവൻ എങ്ങനെയാണ് 4ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. ഇനി ആകെ 5 ദിവസമേ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ളൂ. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാമോ? അതെന്താണെന്ന് വെച്ചാൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ടൈമിങ്ങും ഇതൊക്കെ അതനുസരിച്ചിട്ട് ഇപ്പോൾ മാക്സിമം നമുക്ക് ഒരു 3 പാഠം പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും പഠിക്കുക. പിന്നെ യൂട്യൂബ് ക്ലാസ്സസും, പിന്നെ അതിൽ തന്നെ യൂട്യൂബ് ക്ലാസ്സിൽ ഓരോന്നും പറയുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതൊക്കെ പിന്നെ പഠിച്ചു പോവുക. മെയിനായിട്ട് നമ്മൾ ഒരു 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ എങ്ങനെയും ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക പറ്റണ അത്രയും. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 3-4 ചാപ്റ്റർ പഠിച്ച് പോവുക. അതൊരു നല്ലൊരു കാര്യമാണ്. കൂടാതെ നമുക്ക് പല പിള്ളേരോടും ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഇല്ല, ബുക്കില്ല, ഇനി എന്താണ് ചെയ്യുക, ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, 5 ദിവസമേ ഉള്ളൂ. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിൻ്റെയും സ്റ്റഡി നോട്ട്സ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ഗൂഗിളിൽ സൈറ്റിൽ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ സബ്ജക്റ്റ് വിത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നോട്ട്സ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതൊരു ആവർത്തി വായിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും. പ്രത്യേകിച്ച് ഓരോ പാഠത്തിൻ്റെ സമ്മപ്പ് കൺക്ലൂഷനൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ധാരണയില്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കും. എത്ര മുമ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചാലും നമ്മൾ പലപ്പോഴും പരീക്ഷയ്ക്ക് തലേ ദിവസമായിരിക്കും പഠിക്കേണ്ടാവുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര പാഠമാണോ പഠിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 പാഠം പഠിക്കുകയാണെങ്കിൽ ആ 3 പാഠം തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് പോവുക. എന്നാലാണ് എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ പരീക്ഷകളിൽ. പിന്നെ ഇപ്പം ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും തൊട്ടും നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റില്ല. പിന്നെ ഓരോ റിവിഷൻ യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് ഉണ്ടാവും, ഇങ്ങനെ ഷോർട്ടായിട്ട് കൊടുക്കുന്നുണ്ടാവും, ഇമ്പോർട്ടൻസ് അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു പോവുക. പിന്നെ ലെക്ചർ നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും റെഫർ ചെയ്യുക. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ പിള്ളേരെ സംബന്ധിച്ച് വളരെയധികം ദുർഘടം നിറഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ വയറാണോ കാണുന്നത്, നിൻ്റെ വയറാണോ കാണുന്നത്, അതൊക്കെ കേൾക്കുന്ന സ്റ്റുഡൻസിൻ്റെ ആണോ, ആകെ ഒരു അങ്കലപ്പാണ്. അവതാളത്തിലാവോ, തോക്കുമോ. ഇവിടെ തന്നെ ഈ സാറ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ക്രൂഷ്യലായ സെമസ്റ്ററാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ തന്നെ പേടി ഉണ്ടാവും എന്നറിയാം. പക്ഷേ ആ ചെറിയൊരു പേടി, പരീക്ഷയ്ക്ക് മുമ്പുള്ള ചെറിയൊരു പേടി പഠിക്കാനുള്ള തോന്നൽ കൂട്ടാനും ജയിക്കാനുള്ളൊരു സാധ്യത കൂട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ പഠിച്ച് എവിടെ വരെ എത്തി, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.